നമസ്കാരം. കഴിഞ്ഞ വർഷത്തിന്റെ മലയാള സിനിമയുടെ കണക്കെടുപ്പിൽ കനത്ത നിരാശയായിരുന്നു. 220-ലധികം ചിത്രങ്ങൾ തിയേറ്റർ റിലീസായി വന്നപ്പോഴും വമ്പൻ ഹിറ്റുകൾ എത്രയാണ് എന്നത് നമ്മൾ മുന്നേ തന്നെ കണ്ടിട്ടുള്ളതാണ്. കോവിഡ് വന്നതിന് ശേഷമുള്ള തിയേറ്റർ കാഴ്ചകളിൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ സിനിമകളായിരുന്നു കൂടുതലും. ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നില്ല എന്ന ചർച്ചകൾ നടന്ന കാലം. ഒരാഴ്ച തന്നെ 10-ലധികം സിനിമകൾ തിയേറ്ററിൽ വരികയും ഒന്നിനു പോലും ആളുകൾ വരാതിരിക്കുകയും ചെയ്ത സാഹചര്യം. മുടക്കുമുതൽ പോയിട്ട് പോസ്റ്റർ ഒട്ടിച്ച കാശ് പോലും തിയേറ്ററിൽ നിന്നും തിരിച്ചു പിടിക്കാൻ പറ്റാതെ ബോക്സ് ഓഫീസിൽ തകർന്നു വീണ ഒട്ടനവധി സിനിമകൾ വന്നിരുന്ന കാലം. എന്ത് സംഭവിച്ചാലും ഇത് OTT-യിൽ തള്ളാമെന്ന് കരുതിയിടത്ത് തിയേറ്റർ റൺ കൂടെ ഒരു മാനദണ്ഡമായി OTT പ്ലാറ്റ്ഫോംസ് സ്വീകരിച്ച സമയം. റിവ്യൂ ബോംബിംഗ് ആണ് സിനിമകൾ പരാജയപ്പെടാൻ കാരണമെന്നുള്ള വാദങ്ങൾ കൊണ്ടുവരികയും സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ച് ചർച്ചകൾ നടക്കാതിരുന്നൊരു സമയം. പരാജയങ്ങളുടെ ഘോഷയാത്രയിലും ആശ്വസിക്കാൻ കുറച്ച് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രതീക്ഷയോടെയാണ് 2024 ആരംഭിച്ചത്. തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും ആദ്യം ഇറങ്ങിയ സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം കണ്ടന്റിന്റെ മികവ് കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും ഒരു ഗംഭീര അനുഭവമായി മാറിയ സിനിമ. ഇനി OTT-യിൽ വരുമ്പോൾ ചിത്രം കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നതും. മൊത്തം 17 സിനിമകളാണ് ജനുവരിയിൽ റിലീസ് ചെയ്തത്. ജയറാമിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എബ്രഹാം ഓസ്ലർ വരുന്നു. മമ്മൂട്ടിയും കൂടെ ഉണ്ടായിരുന്നു. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ 40 കോടി കളക്ട് ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ ഈ വർഷത്തെ ബോക്സ് ഓഫീസ് വേട്ടയുടെ ഒരു ഗ്രീൻ സിഗ്നൽ ലഭിച്ചത് അവിടെ നിന്നാണെന്ന് പറയാം. ജനുവരിയിൽ തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തുനിന്ന ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ടീമിന്റെ മലൈക്കോട്ടൈ വാലിബൻ വന്നത്. കളക്ഷൻ 30 കോടി നേടി എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ തിയേറ്ററുകളിൽ വലിയൊരു ചലനമുണ്ടാക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. മൊത്തത്തിൽ മിക്സഡ് ടു നെഗറ്റീവ് അഭിപ്രായമായിരുന്നു. ഓവർ ഹൈപ്പ് കൂടെ ഒരു പ്രശ്നമായി പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും വിശദമായ ചർച്ചയിലേക്ക് എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നില്ല. പ്രിയനന്ദന്റെ ദബാരിക്കുരുവി IFFKയിൽ കണ്ടതായിരുന്നു, ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് ഒരു ചലനവും തീർക്കാതെയാണ് പോയത്. സാജിദ് യാഹിയുടെ ഖൽബ് ചില സെന്ററുകളിൽ നല്ല റെസ്പോൺസ് വന്നിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അനീഷ് അൻവറിന്റെ രാസ്ത, കമലിന്റെ വിവേകാനന്ദൻ വൈറലാണ് എന്നീ ചിത്രങ്ങളും റിലീസ് ചെയ്ത പ്രധാന ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കാതെ പോയവയാണ്. എണ്ണം നോക്കിയാൽ കൂടുതലും തിയേറ്ററിൽ പരാജയപ്പെട്ടതാണ് എങ്കിലും തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നു എന്നത് പ്രകടമായ ഒരു കാര്യം തന്നെയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഫെബ്രുവരിയിലേക്ക് വരുന്നത്. ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് നമ്മളിപ്പോൾ കണ്ടതിനേക്കാൾ കൂടുതൽ സിനിമകൾ ഫെബ്രുവരിയിൽ റിലീസായി പ്ലാൻ ചെയ്തിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് റിലീസ് മാറ്റിവെക്കുകയുണ്ടായി കുറച്ച് സിനിമകളുടെ. 19 സിനിമകളാണ് ഫെബ്രുവരിയിൽ തിയേറ്റർ റിലീസായി വന്നത്. മൊത്തത്തിൽ സീൻ മാറ്റിയ ഫെബ്രുവരി. ആദ്യ ആഴ്ച റിലീസ് ചെയ്ത അയ്യർ ഇൻ അറേബ്യ, LLB, മൃദുഭാവെ, ദൃഢകൃത്യ തുടങ്ങിയ ചിത്രങ്ങൾക്കൊന്നും ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ഫെബ്രുവരി 9-ന് ഗിരീഷ് ഷെഡി, നസ്ലിൻ, മമിത ബൈജു ടീമിന്റെ പ്രേമലു, ടൊവിനോ തോമസ് നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും തിയേറ്ററിലെത്തിയത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് 100 കോടിയിലേക്ക് കുതിക്കുന്ന പ്രേമലു തെലുഗുവിൽ ഡബ് ചെയ്തിറക്കുന്നു. അതിനുശേഷം വന്ന 2 ചിത്രങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടും പ്രേമലു തകർത്തോടുക തന്നെയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും മിക്സഡ് ടു പോസിറ്റീവ് റിവ്യൂ ആണ് വന്നിരുന്നത്. ഡീസന്റ് വർക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടതും. കൂടെയും പിന്നീട് വന്ന സിനിമകൾക്ക് മികച്ച അഭിപ്രായങ്ങൾ വന്നപ്പോൾ കളക്ഷൻ വലിയ രീതിയിൽ വന്നില്ല എങ്കിലും മിക്ക സെന്ററുകളിലും ചിത്രം പ്രദർശനം തുടരുന്നുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിന്റെ പോസ്റ്റ് റിലീസ് പ്രൊമോഷനും കാര്യമായി ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നിയത്. അങ്ങനെ തിയേറ്ററുകൾ വീണ്ടും സജീവമായി. പ്രേമലുവിന് ഇപ്പോഴും റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തൊട്ടടുത്ത ആഴ്ച രാഹുൽ സദാശിവൻ മമ്മൂട്ടി ടീമിന്റെ ഭ്രമയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രധാന കഥാപാത്രങ്ങളായി 3 പേർ മാത്രം. ആശങ്കകൾ കുറച്ചൊക്കെ റിലീസിന് മുന്നേ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഡയലോഗ് തന്നെ അറിയാലോ, മമ്മൂട്ടിയാണ്. തൻ്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ ഫേസിലൂടെ കടന്നു പോകുന്ന നടൻ. ഇത്രയേറെ കഥാപാത്രങ്ങളെ സമ്മാനിച്ചിടത്തു നിന്നും ഇതുവരെ കാണാത്ത ചില ഭാവങ്ങൾ കൂടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിനും അങ്ങനെ ബുക്ക് മൈ ഷോയിൽ ഓറഞ്ച് കളങ്ങൾ നിറഞ്ഞു. പ്രകടനത്തിലും ആർട്ട് വർക്കിലും സംഗീതത്തിലുമൊക്കെ പ്രേക്ഷകനെ പിടിച്ചിരുത്തിയ ഭ്രമയുഗം. അതേ ആഴ്ച വന്ന ബിജു മേനോൻ ചിത്രം തുണ്ട് ട്രെയിലർ കണ്ട് പ്രതീക്ഷയോടെ പോയതാണെങ്കിലും നിരാശപ്പെടുത്തി. 2 ചിത്രങ്ങൾ തകർത്തോടുന്നതിൻ്റെ ഇടയ്ക്ക് തുണ്ടിന് പിടിച്ചു നിൽക്കാനും സാധിച്ചില്ല. ഫെബ്രുവരി 22-ന് മഞ്ഞുമ്മൽ ബോയ്സ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് 100 കോടിയും കളക്ഷൻ കടന്ന് മുന്നേറുന്നു. തമിഴ്നാട്ടിലൊക്കെ ഗംഭീര മുന്നേറ്റം. ഉറപ്പായും ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാകുമെന്ന് ഉറപ്പിച്ചിപ്പോൾ തന്നെ പറയാം. ചിദംബരവും ഗ്യാങ്ങും അങ്ങനെ സീൻ മാറ്റി എന്ന് പറയുന്നതാകും ശരി. ആർട്ട് വർക്ക്, മ്യൂസിക്, വിഷ്വൽസ് എന്നിവ കൂടെ പ്രകടനത്തിനൊപ്പം പരാമർശിക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെ ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന ചിത്രവും റിലീസ് ചെയ്തിരുന്നു. ഫെസ്റ്റിവലുകളിൽ വലിയ ശ്രദ്ധ നേടിയെങ്കിലും തിയേറ്ററിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. ആവശ്യത്തിന് ആൾക്കാരില്ലാത്തതിനാൽ ഷോ നടക്കാത്തതുകൊണ്ട് എനിക്കിതുവരെ ആ ചിത്രം തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടുമില്ല. ഒരു ഗംഭീര സമയത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് എന്നുകൂടെ പറയാം. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നില്ലേ എന്ന രോദനമില്ല. അയ്യോ, റിവ്യൂ ബോംബിംഗ് വഴി എൻ്റെ സിനിമ തകർത്തേ എന്ന് പറയുന്നത് കേൾക്കുന്നില്ല. നല്ല കണ്ടന്റുകൾ തിയേറ്ററിലേക്ക് വരുന്നു. നല്ല എൻ്റർടൈനേഴ്സ് തിയേറ്ററിൽ വരുന്നു. ആളുകൾ കുടുംബത്തോടൊപ്പം പോയി ആസ്വദിക്കുന്നു. യുവത്വത്തിൻ്റെ പൾസിൽ പ്രേമലുവും
പരീക്ഷണം എന്ന് തന്നെ പറയാവുന്ന ഭ്രമയുഗവും സർവൈവൽ ത്രില്ലറുകൾക്ക് ഒരു ബെഞ്ച് മാർക്കായി മഞ്ഞുമ്മൽ ബോയ്സും. വ്യത്യസ്ത കണ്ടന്റുകൾ പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുന്നു. 3 ചിത്രങ്ങളും 50 കോടി കളക്ഷൻ കടന്നു. ഒരു ചിത്രം 100 കോടി കഴിഞ്ഞു, അടുത്തത് 100ലേക്ക് അടുക്കുന്നു. മലയാള സിനിമാ ലോകം എന്നും ഓർക്കപ്പെടുന്ന ഒരു മാസം തന്നെയാകും ഫെബ്രുവരി. തീർച്ചയായും ഈ മാർച്ചും ഏപ്രിലും ഒക്കെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന സിനിമകൾ വരാനുണ്ട്. അവയും ചരിത്രം സൃഷ്ടിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹവും. കണ്ടു തന്നെ അറിയാമല്ലേ. തമിഴ് സിനിമകൾക്കൊക്കെ കേരളത്തിൽ വരുമ്പോഴുള്ള ആഘോഷം നമുക്കറിയാവുന്നതാണ്. ആ രീതിയിലാണ് അവിടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം സ്വീകരിക്കപ്പെടുന്നത്. ഇതൊക്കെ ഊതിപ്പെരിപ്പിച്ച കളക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു നടന്നവർക്ക് അവിടെ തന്നെ പോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. പ്രേമലു തെലുഗുവിൽ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും മമിതയ്ക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. നസ്ലിന് മലയാളത്തിൽ മാർക്കറ്റ് കൂടിയിരിക്കുന്നു. അതിൻ്റെ അതിർത്തികൾ പുനർനിർണ്ണയിക്കും എന്നുകൂടെ പറയേണ്ടി വരും. ഈ പേരുകൾക്കൊപ്പം തന്നെ പറയേണ്ടുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. അവരെ കൂടെ അടയാളപ്പെടുത്തുന്ന സിനിമകൾ തന്നെയായിരുന്നു. സംഗീതമായാലും ആർട്ട് വർക്ക് ആയാലും ക്യാമറ ആയാലും തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകന് സമ്മാനിക്കാനുള്ളത് എന്നതിൽ അവരുടെ വിഷയം കൂടെയാണ് ഈ ചിത്രങ്ങൾ. മലയാളത്തിലെ യുവാക്കളുടെ ശ്രേണിയിൽ പുതിയ ആൾക്കാർ വരുന്നു. കണ്ടന്റ് തന്നെ താരമാവട്ടെ. എങ്ങനെയാ മൊത്തത്തിൽ സീൻ മാറിയില്ലേ? ഗിരീഷ് ഷെഡി, രാഹുൽ സദാശിവൻ, ചിദംബരം എന്നിവർക്കാണ് സ്പെഷ്യൽ കൈയടികൾ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.